ലോകം മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ മാധ്യമങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വെനിസ്വേലയിൽ അമേരിക്കൻ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിയാണ്. ഈ ആഹ്ലാദ പ്രകടനത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇന്ത്യയിലും കേരളത്തിലും സംഘികൾ അവരുടെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭരണകൂടം, വെനിസ്വേലൻ ഭരണകൂടം ആ രാജ്യത്തെ തകർത്തിരിക്കുന്നു. ആ രാജ്യത്തെ തകർത്ത് അതിൻ്റെ GDP കുറഞ്ഞിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പട്ടിണിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് അമേരിക്കയുടെ ഇടപെടൽ ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ആഹ്ലാദത്തോടെയാണ് സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഏറ്റവും നികൃഷ്ടനായ ഭരണാധികാരിയാണ്. നേരത്തെ തന്നെ സംസാരിച്ചു, നരേന്ദ്രമോദിയെയാണ് പിടിച്ചു കെട്ടുന്നതെങ്കിൽ നരേന്ദ്രമോദിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കും. നരേന്ദ്രമോദി ഏറ്റവും ജനവിരുദ്ധനായ ഫാസിസ്റ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ ഇറങ്ങിക്കിടക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കും. കാരണം അമേരിക്കൻ അധിനിവേശം ഒരു രാജ്യത്തേക്ക് അമേരിക്ക കടന്നു വരുമ്പോൾ, ഏതെങ്കിലും രാജ്യം കടന്നു വരുമ്പോൾ ആ രാജ്യത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഇല്ലായ്മ ചെയ്യാൻ അമേരിക്കയെ പോലുള്ള ലോക പോലീസ് ശ്രമിച്ചാൽ അതിനെതിരെ ദേശാഭിമാനത്തോടെ നിലപാടെടുക്കുന്നവരായിരിക്കും മുഴുവൻ ജനങ്ങൾ. ഇവിടെ ദാരിദ്ര്യമുണ്ടോ, വർഗീയതയുണ്ടോ, ന്യൂനപക്ഷങ്ങളെ കൊന്നെടുക്കുന്നുണ്ടോ എന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാതെ തന്നെ ലോക പോലീസ് കമ്മിറ്റി ആരെങ്കിലും ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ അതിനെതിരെ നിലപാടെടുക്കുന്നവരായിരിക്കും ഇന്ത്യൻ ജനത. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ലോകത്ത് ഉണ്ട് എന്ന് കരുതുന്നയാളല്ല ഞാൻ. വെനിസ്വേല കമ്മ്യൂണിസ്റ്റാണ് എന്ന് കരുതുന്ന ആളുമല്ല. വെനിസ്വേലയെ തകർത്തുകൊണ്ട് ഇതാ കമ്മ്യൂണിസത്തിനെതിരെ ഇപ്പോഴും തകർത്ത് ഇല്ലാതാകുമ്പോഴും അവർ ഭയപ്പെടുന്നത് കമ്മ്യൂണിസത്തെ തന്നെയാണ്. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തന്നെ ഇല്ല, നിലനിൽക്കുന്നില്ല. അങ്ങനെ നിലനിൽക്കാത്തൊരു സ്ഥലത്ത് പോലും സാമ്രാജ്യത്വം ഭയപ്പെടുന്നത് കമ്മ്യൂണിസം എന്ന പേരാണ്. വെനിസ്വേലയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഒരു രാജ്യത്തെ തകർക്കുന്നതിന്റെ ഭാഗമായി നിലകൊള്ളുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടിയാണ് അമേരിക്കൻ ഭരണകൂടം അങ്ങോട്ട് കുറെ കാലമായി അമേരിക്കൻ ഭരണകൂടം വെനിസ്വേലയ്ക്കെതിരെ യുദ്ധക്കുഴപ്പങ്ങളുമായി രംഗത്തിറങ്ങിയിട്ട് അമേരിക്ക നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ആസാദും അതുപോലെ തന്നെ ചൂണ്ടിക്കാണിച്ചു. അമേരിക്കയ്ക്ക് ഇത് പുതിയ കാര്യമല്ല. അമേരിക്ക എത്രയോ വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളുടെ തുടർച്ചയാണ്. ഇതേ കാര്യമാണ്, അതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെനിസ്വേലയിലുള്ള വിഭവശേഷി തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എണ്ണയാണ് ലക്ഷ്യം, ധാതു ഖനനമാണ് ലക്ഷ്യം. ഇത് തന്നെയായിരുന്നു ചിലിയിലും. ചിലിയില് അലൻഡയെ വധിക്കുമ്പോൾ അവിടെയും കോപ്പറും യുറാനിയവും അതുപോലുള്ള ധാതുക്കൾ തന്നെയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്ക നിയന്ത്രിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കൃത്യമായി നിലനിൽക്കാനും അതിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി അതിനെതിരെ ഏതെങ്കിലും ഭരണാധികാരി എന്തെങ്കിലും നിലപാടെടുത്താൽ അതിനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് അമേരിക്കയുള്ളത്. ഇത് ചരിത്രത്തിൽ പനാമയിൽ ഇടപെട്ട സമയത്തും മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ, ഇറാഖിലോ ഇറാനിലോ അല്ലെങ്കിൽ മറ്റേത് രാജ്യങ്ങളിൽ ഇടപെടുമ്പോഴും അമേരിക്കയ്ക്ക് ലക്ഷ്യങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് കൊച്ചുകുട്ടിക്ക് പറയാം എന്താണ് ലക്ഷ്യമെന്ന്. അമേരിക്ക എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാത്ത ഒറ്റ കുട്ടിയുമില്ലെന്ന് ലോകത്ത്. കാരണം എണ്ണ ഖനനമാണ് ലക്ഷ്യം, അവരുടെ ബഹുരാഷ്ട്ര കുത്തകരുടെ ആധിപത്യമാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമേ
അമേരിക്ക ഇടപെടും. കാരണം നേരത്തെ പറഞ്ഞ മൺട്രോ കരാറിൽ പറഞ്ഞതുപോലെ, ഡോക്ടറിൽ പറഞ്ഞതുപോലെ അമേരിക്കയിലേക്ക്, തെക്കൻ അമേരിക്കയിലേക്കും അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിലേക്കൊന്നും ആരും ഇടപെടരുത്. അമേരിക്കയുടെ ആധിപത്യത്തിൽ തന്നെ ഈ ലാറ്റിൻ അമേരിക്കയും മറ്റ് അമേരിക്കൻ രാജ്യങ്ങളും നിൽക്കണം. യൂറോപ്പോ ചൈനയോ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഈ രാജ്യങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല. ഈ പറയുന്ന ഓരോ രാജ്യങ്ങളും, അത് വെനിസുലയാകട്ടെ, മെക്സിക്കോ ആകട്ടെ, കാനഡ ആകട്ടെ, എല്ലാം തങ്ങളുടെ തന്നെ ഭാഗമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അങ്ങനെ അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവൻ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, തങ്ങൾക്ക് വിഭവ കൊള്ള നടത്താൻ പറ്റുന്ന മേഖലകളായി മാറ്റണം. ഈ പറയുന്ന നിഷ്പക്ഷത അല്ലെങ്കിൽ അമേരിക്കൻ പക്ഷത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വെനിസുലയിൽ താണ്ഡവമാടുകയാണ്, ജനങ്ങളെ കൊല്ലുകയാണ്, ജനങ്ങളെ പട്ടിണിക്കിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ഇടപെടലിനെ ഒരു ലജ്ജയുമില്ലാതെ ലോക പോലീസായി ചമയുന്ന ഒരു രാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ സംഘപരിവാരും മോദിയും. ഇന്ത്യക്ക് ഒരു ചരിത്രമുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതാണ്. എല്ലാ കാലത്തും അത് ഈ പറയുന്ന അമേരിക്കയുടെ ഓരോ ഇടപെടലുണ്ടാകുമ്പോഴും, ലോകത്തിലെ ഓരോ രാഷ്ട്രത്തിന്റെയും തലവന്മാർ കൊല്ലപ്പെടുമ്പോഴും കൃത്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അമേരിക്കക്കെതിരായി ഓരോ രാജ്യത്തിന്റെയും സോവറിറ്റിക്ക് അനുകൂലമായി, ഓരോ രാജ്യത്തിന്റെയും ജനാധിപത്യത്തിന് അനുകൂലമായി ശബ്ദമുയർത്തിയവരാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രം അങ്ങനെയാണ്. നോക്കൂ, അമേരിക്കയിൽ 70% ആളുകളും ഈ ട്രംപിന്റെ നിലപാടുകളെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് വെനിസുല ആഘാത പ്രകടനം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത്. അമേരിക്കയിലുള്ള ആളുകൾ പോലും ഈ അധിനിവേശത്തെ അംഗീകരിക്കുന്നില്ല. ഒരു കാലത്തും അംഗീകരിച്ചിരുന്നില്ല. അത് ഇറാഖിൽ ഇടപെട്ടപ്പോഴും അംഗീകരിച്ചിരുന്നില്ല, പാലസ്തീൻ യുദ്ധം നടത്തപ്പോഴും അംഗീകരിച്ചിരുന്നില്ല. ഒരു കാരണവശാലും അമേരിക്കയുടെ ലോക പോലീസ് ചമയൽ അംഗീകരിക്കുന്നവരല്ല അമേരിക്കൻ ജനത. ഇത് ബഹുരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടിയാണ്. യുദ്ധം ബഹുരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടിയാണ്. ലെനിൻ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വം എന്നാൽ യുദ്ധം തന്നെയാണ്. സാമ്രാജ്യത്വത്തെ കെട്ടിലെത്തിക്കാതെ യുദ്ധം അവസാനിക്കില്ല. നിങ്ങൾക്ക് യുദ്ധത്തെ മാത്രം ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയില്ല. യുദ്ധത്തെ മാത്രം ചെറുത്തു തോൽപ്പിക്കാൻ ഒരിക്കലും. കാരണം കാലാകാലങ്ങളായ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, സമാധാന പ്രസ്ഥാനങ്ങൾ ലോകത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബർട്രാൻഡ് റസ്സലിന്റെയും ആൽബർട്ട് ഐൻസ്റ്റീന്റെയും നേതൃത്വത്തിൽ സമാധാന പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നെങ്കിലും യുദ്ധം അവസാനിക്കുമെന്ന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അവസാനിക്കില്ല. കാരണം സാമ്രാജ്യത്വം യുദ്ധമാണ്. ബഹുരാഷ്ട്ര കുത്തകകൾ ആയുധ കച്ചവടത്തിന്റെ ലോബികളാണ്. ആയുധ കച്ചവടം ലോകത്ത് നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടം പോലും നിലനിൽക്കുന്നത്. ഈ ആയുധ കച്ചവടം ഉണ്ടാണെങ്കിൽ യുദ്ധം ഉണ്ടാകണം. എവിടെയും യുദ്ധം സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുപോവുകയാണ് സാമ്രാജ്യത്വ രാജ്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സാമ്രാജ്യത്വ വിരുദ്ധ സമരം അല്ലെങ്കിൽ ഈ യുദ്ധവിരുദ്ധ സമരം സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ്. സാമ്രാജ്യത്വത്തെ ലോകത്ത് നിന്ന്, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തെ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. സമാധാന സന്ദേശങ്ങൾ ഇവർക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ ലക്ഷ്യം സമാധാനമല്ല. ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പോകാൻ സാധ്യത. കാരണം എല്ലാ രാജ്യങ്ങളും, നേരത്തെ പാലസ്തീൻ, ഉക്രൈൻ, ഇങ്ങനെ മാറി എവിടെയൊക്കെ യുദ്ധ സാധ്യതകളുണ്ടോ, എവിടെയൊക്കെ തങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമോ, അവിടേക്കെല്ലാം യുദ്ധത്തിന്റെ വാദവുമായാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു ലജ്ജയുമില്ലേ? ഇത്ര ക്രൂരമായി, ഇത്ര ജനാധിപത്യ വിരുദ്ധമായി ഈ ഒരു ചെറിയ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ലോകം ജനാധിപത്യത്തിന്റെ നെറുകയിലാണ്, ജനാധിപത്യത്തിന്റെ സ്ഥിതിയിലാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കാൻ നമ്മുടെ ജനതയ്ക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായും ഈ ചോദ്യം നിരന്തരമായി ചോദിക്കുകയും, ചെറിയതാണെങ്കിലും ഇത്തരം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളായി, യുദ്ധവിരുദ്ധ മൂവ്മെന്റായി രൂപപ്പെടേണ്ടതും ഉണ്ട്. അതിന്റെ
ഭാഗമായിട്ടാണ് ഇത്തരം സമരങ്ങൾ തുടർച്ചയായി ഉയർന്നു വരേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.